സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ നൽകുന്ന SBI പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് 2026 അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 4-നാണ്. സെപ്റ്റംബർ 4-ന് മുമ്പ് വിദ്യാർത്ഥികൾ അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കുക. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വിവിധ സ്കോളർഷിപ്പ് അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയി നോക്കാം കാര്യങ്ങളിലേക്ക്. അപ്പോൾ ആർക്കൊക്കെ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്, മുൻ വർഷങ്ങൾ എത്രയൊക്കെ സ്കോളർഷിപ്പ് കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽ. ഒന്ന് സ്കൂൾ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് അവാർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്കൂൾ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് സപ്പോർട്ട് മെറിറ്റ് സ്കൂൾ സ്റ്റുഡൻസ് എക്കണോമിക്കലി വീക്കർ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി 9 to 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആനുവൽ ഫാമിലി ഇൻകം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 lakh 3 ലക്ഷത്തിൽ കുറവുള്ള. അതിനെന്ത് വേണം? മുൻ വർഷത്തെ ഇതിലെന്ത് വേണം? 75% മാർക്കുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണമെന്ന് ചോദിച്ചാൽ മാർക്ക് ഷീറ്റ് ക്ലാസ് 8-ലെ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ്, അല്ലെങ്കിൽ പ്ലസ് 1-ലെ വിദ്യാർത്ഥികളാണെങ്കിൽ 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ്, ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, സ്കൂൾ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് ചോദിച്ചാൽ കിട്ടും, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് ഫോട്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് അപ്ലൈ ചെയ്യുക. ഇവിടെ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? വിദ്യാർത്ഥികൾ ഉണ്ടാക്കണം. ഇത് സ്കൂൾ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബാങ്ക് പാസ്ബുക്ക് SBI ആണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് 75,000 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുക. സ്കൂൾ സ്റ്റുഡൻസ് 15,000 ആണെങ്കിൽ ഇവിടെ 75,000 ആണ്. 75% മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 70% മാർക്ക്, ഫാമിലി ഇൻകം 6 ലക്ഷത്തിൽ കുറവ്, പെർസ്യൂം എഡ്യൂക്കേഷൻ ഫ്രം ടോപ്പ് 300 NIRF ഓർ NAC AO ആൻഡ് അബോവ് അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ NIRFിൽ 300 റാങ്കിനുള്ളിലുള്ളതോ അല്ലെങ്കിൽ NACൽ A ഗ്രേഡ് നേടിയ അല്ലെങ്കിൽ അതിന് മുകളിൽ റാങ്ക് നേടിയ, NACൽ A ഉണ്ട്, A+ ഉണ്ട്, A++ ഒക്കെ ഉണ്ട്, AO അതിന് മുകളിലോ നേടിയ കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ NAC ലഭിച്ചിട്ടില്ല, NIRF റാങ്കിങ് ലിസ്റ്റിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളെ കോളേജ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഓഫീസിൽ പോയിട്ട് ചോദിച്ചു നോക്കാം. ഓക്കെ, NAC ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവരുടെ വെബ്സൈറ്റിലൊക്കെ അത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിന് വേണ്ടത് ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്നാണെങ്കിൽ ക്ലാസ് 12-ന്റെ മാർക്ക് ഷീറ്റ്, അടുത്ത സെമസ്റ്ററുകളിൽ നിന്നാണെങ്കിൽ സെക്കൻഡ് ഇയർ എന്നാണെങ്കിൽ ആദ്യത്തെ 2 സെമസ്റ്ററിന്റെ മാർക്ക് ഷീറ്റ് വേണ്ടി വരും, ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ഫോം 60A ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, കോളേജ് ബോണഫൈഡ്, അഡ്മിഷൻ ലെറ്റർ, ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ അഡ്മിറ്റ് കാർഡൊക്കെ ഉണ്ടാവുമല്ലോ അത് മതി, അല്ലെങ്കിൽ കോളേജ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, ഫീ റെസിപ്റ്റ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് ഫോട്ടോ അപ്ലൈ ചെയ്യാം. ഇനി PG വിദ്യാർത്ഥികൾക്ക് 1,50,000 രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. ഇതിനും നേരത്തെ പറഞ്ഞ പോലെ 75% മാർക്കാണ് പ്രീവിയസ് അക്കാദമിക് ഇയറിൽ വേണ്ടത്. അപ്പോൾ ഡിഗ്രിക്ക് 75% മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ PG സെക്കൻഡ് ഇയർ ആണെങ്കിൽ എന്ത് വേണം? ഫസ്റ്റ് ഇയറിലെ മാർക്ക് ഷീറ്റാണ് വരിക. ഫാമിലി ഇൻകം 6 ലക്ഷത്തിൽ കുറവായിരിക്കണം. NAC A ഗ്രേഡ് അല്ലെങ്കിൽ അതിന് മുകളിലോ ഗ്രേഡുള്ള കോളേജുകൾ, അല്ലെങ്കിൽ NIRF റാങ്കിൽ 300 റാങ്കിനുള്ളിലുള്ള കോളേജുകളാണെങ്കിൽ ആ കോളേജുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഗ്രാജുവേഷൻ ആൻഡ് സെമസ്റ്റർ മാർക്ക് ഷീറ്റ്, ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അഡ്മിഷൻ ലെറ്റർ, ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, ഫീ റെസിപ്റ്റ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് ഫോട്ടോ. ഓക്കെ, ഇനി മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതേപോലെ സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട്. അവർക്ക് 2 ലക്ഷമാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഗ്രോസ് ആനുവൽ ഫാമിലി ഇൻകം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 lakh, 6 ലക്ഷത്തിന് മുകളിലാണ് ഫാമിലി ഇൻകം വേണ്ടത്. 7.5 75% മാർക്ക് വേണം. അതിന് മുന്നത്തെ വർഷത്തിൽ നമുക്ക് പ്രോസസ് എ വാലിഡ് നീറ്റ് സ്കോർ കാർഡ് നിങ്ങളെ കയ്യിൽ വേണം. കറന്റ് പ്രീവിയസ് അക്കാദമിക് ഇയറിൽ, സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആണെങ്കിൽ പ്രീവിയസ് ഇയറിലെ അക്കാദമിക് ഇയറിൽ കറന്റ് പെർസ്യൂ MBBS AIIMS ടോപ്പ് 50 NIRF മെഡിക്കൽ കോളേജിൽ ഉൾപ്പെട്ട കോളേജ് ആയിരിക്കണം. നീറ്റ് സ്കോർ കാർഡ്, മാർക്ക് ഷീറ്റ്, ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ കോളേജ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്പോർട്ട്, പാസ്പോർട്ട് ഫോട്ടോ. ഓക്കെ, ദിസ് കാറ്റഗറി സ്ട്രിക്ട്ലി MBBS സ്റ്റുഡൻസ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾ നഴ്സിംഗോ ബിഫാമോ ഒക്കെ ആണെങ്കിൽ
അണ്ടർ ഗ്രാജുവേറ്റ് ഇതിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതേപോലെ IIT 2 ലക്ഷമാണ്. അതിൽ പറയുന്നത് ഇന്ത്യയിലെ IITയിൽ പഠിക്കുന്ന 23 IITയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് 6 ലക്ഷത്തിൽ കുറവായിരിക്കണം ഫാമിലി ഇൻകം. 75% മാർക്ക് പ്രീവിയസ് അക്കാദമിക് ഇയറിൽ നിർബന്ധമായണം. അതുപോലെ തന്നെ വാലിഡ് G അഡ്വാൻസ്ഡ് കാർഡ് ഫോർ കറന്റ് ഓർ പ്രീവിയസ് അക്കാദമിക് ഇയർ. സെക്കൻഡ് ഇയർ ഒക്കെ ആണെങ്കിൽ പ്രീവിയസ് ഇയറിലെ G അഡ്വാൻസ്ഡിൻ്റെ സ്കോർ കാർഡ്, അല്ലെങ്കിൽ ഈ വർഷം ഫസ്റ്റ് ഇയർക്കാണെങ്കിൽ ഈ വർഷത്തെ കാർഡാണ് വേണ്ടത്, സ്കോർ കാർഡാണ് വേണ്ടത്. G അഡ്വാൻസ് സ്കോർ കാർഡ്, IIT എൻറോൾമെന്റ് ലെറ്റർ അല്ലെങ്കിൽ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, സെമസ്റ്റർ മാർക്ക് ഷീറ്റ്. അങ്ങനെ സെക്കൻഡ് ഇയർ ഒക്കെ ആണെങ്കിൽ സെമസ്റ്ററിന്റെ മാർക്ക് ഷീറ്റാണ് വേണ്ടത് വരും. ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട്, ഫോട്ടോ. IIM ഇതേപോലെ തന്നെ IIMൽ 5 ലക്ഷമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. 75% മാർക്ക് പ്രീവിയസ് അക്കാദമിക് ഇയറിൽ വേണം. ഇന്ത്യയിലെ 22 IIMൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്ന വാലിഡ് ആയിട്ടുള്ള CAT സ്കോർ കാർഡ് ലഭ്യമായിരിക്കണം. ഫാമിലി ഇൻകം 6 ലക്ഷത്തിൽ കുറവായിരിക്കണം. ഓക്കെ, ഇതിൽ CAT സ്കോർ കാർഡ്, IIM അഡ്മിഷൻ അല്ലെങ്കിൽ ബോണഫൈഡ് ലെറ്റർ, സെമസ്റ്റർ മാർക്ക് ഷീറ്റ്, ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട്, ഫോട്ടോ. ഇനി ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ 15 ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. QS ടോപ്പ് 200 റാങ്കുള്ള കോളേജുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ആനുവൽ ഇൻകം 6 ലക്ഷത്തിൽ കുറവായിരിക്കണം. അതിനു വേണ്ടി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC/STക്ക് നിർബന്ധമാണ്. യൂണിവേഴ്സിറ്റി ഓഫർ ലെറ്റർ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, ഇംഗ്ലീഷ് പ്രൊഫഷൻസി സ്കോർ കാർഡ്, IELTS, ടോഫലിന് ഇത് വേണം. QS റാങ്കിങ് പ്രൂഫ് വേണം. കാരണം പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കും. പാസ്പോർട്ട് ആൻഡ് വിസ, ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ഈ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം എന്ന് പറയും. ഇവിടെ അപ്ലൈ നൗ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് കാര്യങ്ങൾ ചെയ്യുക. ആക്സസ് ദ അപ്ലിക്കേഷൻ ഫോം ആക്സസ് ചെയ്യുക. സ്റ്റാർട്ട് അപ്ലിക്കേഷൻ, ഫിൽ ദ അപ്ലിക്കേഷൻ ഫോം, വേണ്ട ആവശ്യമുള്ള ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് റിവ്യൂ, സബ്മിറ്റ് അപ്ലിക്കേഷൻ. ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ്? ഡോക്യുമെൻ്റ് റിക്വയർ അക്കാദമിക് റെക്കോർഡ് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഐഡൻറ്റിറ്റി പ്രൂഫ്, ഏതെങ്കിലും ആധാർ കാർഡിൻ്റെ എന്തെങ്കിലും പ്രൂഫ് നിർബന്ധമാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിന് ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അഡ്മിഷൻ പ്രൂഫ്, അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡോ അല്ലെങ്കിൽ അഡ്മിഷൻ ബോണഫൈഡ് സർട്ടിഫിക്കറ്റോ, പേഴ്സണൽ ഡോക്യുമെൻറ്റ്, ഓക്കെ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള അഡീഷണൽ ഡോക്യുമെൻറ്റ് കാറ്റഗറി ബേസ് ലഭിക്കണമെങ്കിൽ അത് ആവശ്യമായിട്ട് വരും. ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 5-ാം തീയതിയാണ്. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫസ്റ്റ് ഷോർട്ട് ബേസ്ഡ് ഓൺ അക്കാദമിക് പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ബേസിലാണ് ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ദെൻ ഗോ ത്രൂ ടെലഫോണിക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, ഫോളോഡ് ബൈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഫോർ ഫൈനൽ സെലക്ഷൻ. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് താല്പര്യമുള്ള എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇത് കുറച്ച് ടഫായിട്ട്, അതിൻ്റെ പ്രൊസീജിയർ കുറച്ച് ടഫാണ്. ഇതിന് ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമുക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്കോളർഷിപ്പ് ലഭ്യമാകും. നല്ല എമൗണ്ട് ആണ് നൽകുന്നത് എന്നും കൂടി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.